24 കാരറ്റ് സ്വർണത്തിന്റെ 10 ഗ്രാം വില 1,57,500 രൂപ ആയി തുടരുകയാണ്. മെയിൻ ബോർഡ് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ IPO ആയി രാജ്പുതാന സ്റ്റെയിൻലെസ് എന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉൽപ്പന്ന നിർമ്മാണ കമ്പനിയുടെ IPO മാർച്ച് 9 തുറക്കുന്നു. ഈ IPOയുടെ മൊത്തം വലുപ്പം ഏകദേശം 255 കോടി രൂപയാണ്. ഓരോ ഓഹരിക്കും 116 രൂപ മുതൽ 122 രൂപ വരെ വില പരിധി നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ പൊതു ഇഷ്യൂവിൽ 1.46 കോടി പുതിയ ഓഹരികളുടെ ഫ്രഷ് ഇഷ്യൂ ഉൾപ്പെടുന്നു. അതിന്റെ മൂല്യം ഏകദേശം 178.7 കോടി രൂപയാണ്. കൂടാതെ 62.5 ലക്ഷം ഓഹരികളുടെ ഓഫർ ഫോർ സെയിൽ കൂടി ഉണ്ടാകും. അതിന്റെ മൂല്യം ഏകദേശം 76.25 കോടി രൂപയാണ്. ഈ IPOയ്ക്ക് സബ്സ്ക്രിപ്ഷൻ മാർച്ച് 11 അവസാനിക്കും. ഇനി വിദേശവും ആഭ്യന്തരവുമായ സ്ഥാപന നിക്ഷേപകരുടെ ട്രേഡിംഗ് പ്രവർത്തനം നോക്കാം. 2026 മാർച്ച് 6 ലഭ്യമായ ഡാറ്റ അനുസരിച്ച് FIIകൾ ഏകദേശം 6030.38 കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിക്കുകയുണ്ടായി. അതേസമയം DIIകൾ 6971.51 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങി. ഇനി മാർക്കറ്റിലെ വോളറ്റിലിറ്റിയെ സൂചിപ്പിക്കുന്ന ഇന്ത്യ VIX സൂചികയെക്കുറിച്ച് നോക്കാം. വെള്ളിയാഴ്ച നടന്ന ട്രേഡിംഗിന്റെ അവസാനം ഇന്ത്യ VIX 19.88 പോയിന്റിൽ ക്ലോസ് ചെയ്തു. ഇന്ത്യയിലെ പ്രധാന സൂചികകളായ സെൻസെക്സും നിഫ്റ്റി 50ഉം കഴിഞ്ഞ ആഴ്ചയിൽ വലിയ അസ്ഥിരത കാണിച്ചു. ആഗോള രാഷ്ട്രീയ സംഘർഷങ്ങൾ കാരണം നിക്ഷേപകർ കൂടുതൽ ജാഗ്രതയോടെ വ്യാപാരം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിപണി ഏകദേശം 3% വരെ ഇടിഞ്ഞതും ശ്രദ്ധേയമാണ്. വിപണിയിലുണ്ടായ ഈ ഇടിവിന് പ്രധാന കാരണം ആഗോള സാഹചര്യങ്ങളാണ്. പ്രത്യേകിച്ച് മധ്യപൂർവ്വദേശത്തുണ്ടായ സംഘർഷങ്ങൾ ഓഹരി വിപണിയെ ശക്തമായി ബാധിച്ചു. ഇപ്പോൾ വിപണി ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണങ്ങളെ പരിശോധിക്കാം. 1. മധ്യപൂർവ്വദേശത്തെ രാഷ്ട്രീയ സംഘർഷം. ഇറാൻ ഉൾപ്പെടെയുള്ള മധ്യപൂർവ്വദേശ രാജ്യങ്ങളിലുണ്ടായ സംഘർഷം ആഗോള വിപണികളെ ബാധിച്ചു. ഇതിന്റെ ഫലമായി എണ്ണവില ഉയർന്നതും നിക്ഷേപകർക്ക് ആശങ്ക ഉണ്ടാക്കി. ഈ സാഹചര്യത്തിൽ പല നിക്ഷേപകരും ഓഹരികളിൽ നിന്ന് പണം പിൻവലിക്കുകയും സുരക്ഷിത നിക്ഷേപങ്ങളിലേക്ക് മാറുകയും ചെയ്തു. ഇന്ത്യക്ക് മധ്യപൂർവ്വദേശത്ത് നിന്നാണ് വലിയ തോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത്. അതിനാൽ എണ്ണവില ഉയരുന്നത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെയും ഓഹരി വിപണിയെയും നേരിട്ട് ബാധിക്കുന്നു. 2. വിദേശ നിക്ഷേപകരുടെ പിന്മാറ്റം. ഇന്ത്യൻ വിപണിയിൽ വിദേശ നിക്ഷേപകർ വലിയ പങ്ക് വഹിക്കുന്നു. ആഗോള അനിശ്ചിതത്വം വർദ്ധിക്കുമ്പോൾ വിദേശ നിക്ഷേപകർ പലപ്പോഴും അവരുടെ പണം പിൻവലിച്ച് സുരക്ഷിത വിപണികളിലേക്ക് മാറുന്നു. ഇത് വിപണിയിൽ വിൽപ്പന സമ്മർദ്ദമുണ്ടാക്കുകയും സൂചികകൾ താഴേക്ക് പോകാൻ കാരണമാകുകയും ചെയ്യുന്നു. 3. ക്രൂഡ് ഓയിൽ വില എണ്ണവില ഉയരുമ്പോൾ ഇന്ത്യയിൽ ഇറക്കുമതി ചെലവ് വർദ്ധിക്കുന്നു. ഇതോടെ പണപ്പെരുപ്പം ഉയരാൻ സാധ്യതയുണ്ട്. അതിനാൽ നിക്ഷേപകർ കൂടുതൽ ജാഗ്രതയോടെ വിപണിയിൽ ഇടപെടുന്നു. വിപണി തിരിച്ചുവരവിന്റെ സൂചനകൾ എന്നിരുന്നാലും വിപണിയിൽ ചില ദിവസങ്ങളിൽ നല്ല തിരിച്ചുവരവും കണ്ടു. ഉദാഹരണത്തിന് ചില ദിവസങ്ങളിൽ നിഫ്റ്റി ഏകദേശം 1% ഉയർന്നതും സെൻസെക്സ് 800 പോയിന്റിലധികം ഉയർന്നതും ശ്രദ്ധേയമാണ്. ഈ ഉയർച്ചയ്ക്ക് കാരണം ചില പ്രധാന ഘടകങ്ങളാണ്. പ്രധാന കാരണം ആഗോള വിപണികളിലെ ചെറിയ സ്ഥിരത, വലിയ കമ്പനികളിലെ വാങ്ങൽ രൂപയുടെ ശക്തിപ്പെടൽ, നിക്ഷേപകരുടെ ആത്മവിശ്വാസം. പ്രത്യേകിച്ച് വലിയ കമ്പനികളായ റിലയൻസ് പോലുള്ള ഓഹരികൾ ഉയർന്നത് വിപണിക്ക് പിന്തുണയായി. പ്രധാന സെക്ടറുകളുടെ പ്രകടനം. ഇപ്പോൾ വിപണിയിലെ വിവിധ മേഖലകളുടെ പ്രകടനം നോക്കാം. ബാങ്കിംഗ് സെക്ടർ. ബാങ്കിംഗ് മേഖല ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിലൊന്നാണ്. ചില ദിവസങ്ങളിൽ ബാങ്കിംഗ് ഓഹരികൾ താഴ്ന്നെങ്കിലും ദീർഘകാലമായി ഈ മേഖല ശക്തമാണ്. IT സെക്ടർ. IT ഓഹരികൾക്ക് ആഗോള വിപണികളിലെ മാറ്റങ്ങൾ വലിയ സ്വാധീനം ചെലുത്തുന്നു. അമേരിക്കൻ വിപണിയിലെ അവസ്ഥയും ഡോളറിന്റെ മൂല്യവും ഈ മേഖലയെ ബാധിക്കുന്നു. മെറ്റൽ സെക്ടർ. മെറ്റൽ ഓഹരികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചു. ആഗോള ആവശ്യകത ഉയർന്നതും വില സ്ഥിരതയും ഈ മേഖലയെ സഹായിച്ചു. BSEയിൽ പുതിയ ഡെറിവേറ്റീവ് ഉൽപ്പന്നങ്ങൾ. ഇതിനിടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരു പുതിയ പ്രഖ്യാപനം നടത്തി. സെൻസെക്സ് നെക്സ്റ്റ് 30 ഇൻഡെക്സ് അടിസ്ഥാനമാക്കി പുതിയ ഡെറിവേറ്റീവ് കരാറുകൾ ആരംഭിക്കാൻ അനുമതി ലഭിച്ചു. ഇത് ഇന്ത്യൻ ഡെറിവേറ്റീവ് വിപണിയിൽ കൂടുതൽ മത്സരവും വ്യാപാര അവസരങ്ങളും സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിക്ഷേപകരുടെ മനോഭാവം. ഇപ്പോൾ വിപണിയിൽ നിക്ഷേപകർ വളരെ ജാഗ്രതയോടെയാണ് ഇടപെടുന്നത്. നിക്ഷേപകർ ശ്രദ്ധിക്കുന്ന പ്രധാന കാര്യങ്ങൾ: ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ, എണ്ണവില, അമേരിക്കൻ ഫെഡറൽ റിസർവ് തീരുമാനങ്ങൾ, വിദേശ നിക്ഷേപ പ്രവാഹം. ഈ ഘടകങ്ങൾ വിപണിയുടെ ദിശ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. ചെറുകിട ഓഹരികളുടെ സ്ഥിതി. വലിയ കമ്പനികളോടൊപ്പം ചെറുകിട ഓഹരികളിലും വലിയ അസ്ഥിരത കാണുന്നു. ചില ദിവസങ്ങളിൽ ചെറുകിടയും മധ്യകിടയും ഓഹരികൾ ഉയർന്നെങ്കിലും പിന്നീട് വീണ്ടും ഇടിവ് കണ്ടു.
വിപണിയിൽ സ്ഥിരതയില്ലാത്ത സാഹചര്യത്തിൽ ഈ വിഭാഗം ഓഹരികൾ കൂടുതൽ അപകടസാധ്യതയുള്ളവയാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിലെ വിപണി സാധ്യത. ഇപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ചോദ്യം: വിപണി അടുത്ത ദിവസങ്ങളിൽ എന്താകും? വിശകലന വിദഗ്ധരുടെ അഭിപ്രായത്തിൽ വിപണി അടുത്ത ദിവസങ്ങളിൽ അസ്ഥിരത തുടരാനാണ് സാധ്യത. എന്നാൽ ചില കാര്യങ്ങൾ വിപണിക്ക് പിന്തുണ നൽകും. ഇന്ത്യയിലെ ശക്തമായ സമ്പദ്വ്യവസ്ഥ, ആഭ്യന്തര നിക്ഷേപകരുടെ പിന്തുണ, കോർപ്പറേറ്റ് ലാഭം, ദീർഘകാല നിക്ഷേപകരുടെ തന്ത്രം. ദീർഘകാല നിക്ഷേപകർക്ക് ഈ സാഹചര്യത്തിൽ ചില നിർദ്ദേശങ്ങൾ: പാനിക് സെയിൽ ഒഴിവാക്കുക, നല്ല കമ്പനികളിൽ മാത്രം നിക്ഷേപിക്കുക, ദീർഘകാല നിക്ഷേപം ശ്രദ്ധിക്കുക, വിപണി ഇടിവ് അവസരമായി ഉപയോഗിക്കുക. ഓഹരി വിപണിയിൽ ദീർഘകാലമായി നിക്ഷേപിക്കുന്നവർക്കാണ് സാധാരണയായി മികച്ച ലാഭം ലഭിക്കുന്നത്. ഇന്ന് നമ്മൾ ഇന്ത്യൻ ഓഹരി വിപണിയിലെ പ്രധാന സംഭവവികാസങ്ങൾ, ആഗോള സാഹചര്യങ്ങളുടെ സ്വാധീനം, പ്രധാന സെക്ടറുകളുടെ പ്രകടനം, നിക്ഷേപകരുടെ മനോഭാവം, വരാനിരിക്കുന്ന ദിവസങ്ങളിലെ സാധ്യതകൾ എന്നിവയെക്കുറിച്ച് വിശദമായി സംസാരിച്ചു. വിപണി ഇടിവും ഉയർച്ചയും ഓഹരി വിപണിയുടെ സ്വഭാവമാണ്. അതുകൊണ്ട് നിക്ഷേപകർ ശാന്തമായും വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കണം. ഇതോടെ ഇന്നത്തെ ഓഹരി വിപണി വിശകലനം സമാപിക്കുന്നു. നന്ദി.